ഒരു പിടി നെല്ല് കൂലിയായി അധികം ചോദിച്ചതിന് 44 മനുഷ്യരെ ജീവനോടെ ചുട്ടരിച്ച സവർണ ഭീകരതയുടെ നേർസാക്ഷ്യമായ കീഴ്വൺമണി കൂട്ടക്കൊലയ്ക്ക് ഇന്ന് 57 വർഷം. അവകാശ പോരാട്ടത്തിൽ രക്തസാക്ഷികളായി മാറിയവരുടെ അമരസ്മരണയാണ് കീഴ്വൺമണി എന്ന പേര്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും മൃഗീയമായ കൂട്ടക്കൊലകളിൽ ഒന്നാണ് കീഴ്വൺമണിയിൽ അരങ്ങേറിയത്. 1968 ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവകാശത്തിനായി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ഒരു ഗ്രാമം വെന്തമരുകയായിരുന്നു. ജീവന് വേണ്ടി പെടയുന്ന മനുഷ്യരുടെ കരച്ചിലുകൾക്ക് മീതെ അധികാരത്തിന്റെയും ജാതിബോധത്തിന്റെയും ഉന്മാദത്തിൽ മനുഷ്യജീവനുകൾ വെന്തമരുന്നത് കണ്ട് അന്നവിടെ കൂടി നിന്നിരുന്ന ജന്മികളുടെ ഗുണ്ടകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കമ്മ്യൂണിസം തൊലയട്ടെ. തമിഴ്നാടിന്റെ നെല്ലറയായ തഞ്ചാവൂരിലാകെ CPIM നേതൃത്വത്തിൽ കർഷക തൊഴിലാളികൾ മാന്യമായ ജീവിതത്തിനും കൂലി വർധനവിനും വേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങി. അക്കാലത്ത് ആ മനുഷ്യർക്ക് പകലന്തിയോളം പണിയെടുത്താൽ ലഭിച്ചിരുന്നത് പഴങ്കഞ്ഞിയും തുച്ഛമായ കൂലിയുമായിരുന്നു. ഒരവകാശവുമില്ലാതെ ഭൂവുടമകളായ ജന്മിമാരുടെ അടിമകളായി ജീവിച്ചിരുന്ന മനുഷ്യർ പട്ടിണി മാറ്റാൻ വേണ്ടി ചോദിച്ചത് ഒരു പിടി നെല്ലായിരുന്നു. അതായത് വെറും 600 ഗ്രാം നെല്ല്. എന്തിനും അധികാരമുള്ള ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമായുള്ള ജന്മിമാർക്ക് അവകാശത്തിന് വേണ്ടി ഉയർന്ന ശബ്ദം അരോചകമായി തോന്നി. കർഷകർ ഉയർത്തിയ ചെങ്കൊടി ഭൂപ്രഭുക്കളെ മാത്രമല്ല അന്നത്തെ ഭരണ നേതൃത്വത്തെയും അലോസരപ്പെടുത്തി. അവകാശങ്ങൾ ലഭിക്കാതെ പോരാട്ടത്തിന്റെ പാതയിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് തൊഴിലാളികളും പ്രഖ്യാപിച്ചു. കർഷകരുടെ പ്രതിരോധത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായി ജന്മിയായ ഗോപാലകൃഷ്ണ നായിഡുവിന്റെ നേതൃത്വത്തിൽ പുതിയൊരു സംഘടന രൂപീകരിച്ചു. അധികാരത്തിന്റെ പിന്തുണയുള്ള പ്രഭുവർഗം പോലീസിന്റെ സഹായത്തോടെ സമരക്കാർക്കെതിരെ ആക്രമണങ്ങൾ നടത്തി. കീഴ്വൺമണിയിലെ ചെങ്കൊടികൾ അഴിച്ചു മാറ്റുകയാണെങ്കിൽ കൂലി വർധനവ് നൽകാമെന്ന വാഗ്ദാനത്തെ തൊഴിലാളികൾ നിരാകരിച്ചു. പുറത്തുനിന്ന് തൊഴിലാളികളെ എത്തിച്ച് കൃഷിപ്പണികൾ നടത്താനുള്ള മുതലാളിമാരുടെ ശ്രമവും പരാജയപ്പെട്ടു. 1968 ഡിസംബർ 25 രാത്രിയിൽ നായിഡുവിന്റെ നേതൃത്വത്തിൽ തൂക്കുധാരികളായ ഗുണ്ടകൾ കീഴ്വൺമണി എന്ന ഗ്രാമം വളഞ്ഞു. നിരായുധരായ തൊഴിലാളികൾ പ്രാണരക്ഷാർത്ഥം രാമയ്യൻ എന്നയാളുടെ കുടിലിലേക്ക് ഓടിക്കേറി. വെറും 8 അടി നീളവും 5 അടി വീതിയും മാത്രമുള്ള രാമയ്യന്റെ കുടിലിന് അവർ തീയിട്ടു. പൊള്ളലേറ്റ് പ്രാണരക്ഷാർത്ഥം വെളിയിലേക്ക് ചാടിയ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ചുറ്റും കൂടി നിന്നവർ വീണ്ടും തീയിലേക്ക് തെള്ളിയിട്ടു. പുന്നലിനൊപ്പം ചോരമണക്കുന്ന വീരേതിഹാസമാണ് കീഴ്വൺമണിയിലെ പോരാളികളുടെ ചരിത്രം. ഇന്ത്യയിലെ തൊഴിലാളികളുടെ പോരാട്ട ചരിത്രത്തിൽ എന്നും ചുവന്നു നിൽക്കുന്ന ഒരു അധ്യായം കൂടിയാണ് കീഴ്വൺമണി എന്ന പേര്.